മറ്റുള്ളവരെ മുഴുവൻ മ്ലേച്ഛരും കാട്ടാളരും അശുദ്ധരും ശുദ്ധരുമാക്കി വേർതിരിക്കുകയാണ് അവർ ചെയ്തത്. സൈനിക മികവുകൊണ്ട്, രാഷ്ട്രീയ ആധിപത്യവും, ഭാഷ, ആചാരം, നിറം എന്നിവ കൊണ്ട് സാംസ്കാരിക ആധിപത്യവും സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. കറുത്ത തൊലിയുള്ള ദസ്യുക്കൾ പിശാചുക്കളോടാണ് അവർ തുല്യപ്പെടുത്തിയത്. തങ്ങളുടേതിൽ നിന്നും ഭിന്നമായതിനെ മുഴുവൻ കൊള്ളരുതാത്തതായി അവർ മുദ്രകുത്തി. അതോടെ ദ്രാവിഡ, മുണ്ട ഭാഷകൾ സംസാരിക്കുന്നവർ അവരുടെ കാഴ്ചയിൽ വിചിത്ര ജന്തുക്കളായി, ആഭിചാരം ചെയ്യുന്നവരും വഞ്ചകരുമായി, കോട്ട കെട്ടി താമസിക്കുന്ന കുറ്റവാളികളായി. സമൂഹം അതോടെ ആര്യവർണവും ദാസവർണവുമായി വിഭജിക്കപ്പെട്ടു. ദാസർ താമസിക്കുന്ന സ്ഥലം അശുദ്ധ ഭൂമിയായിത്തീർന്നു. ദേശത്തിലേക്കുള്ള യാത്രമേൽ നിയന്ത്രണങ്ങൾ വന്നു. ശുദ്ധാശുദ്ധങ്ങളുടെ സങ്കീർണത ഇന്നും ആര്യൻ അധിനിവേശത്തിൻ്റെ അവശിഷ്ടമായി ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ആര്യദാസ വേർതിരിവിൻ്റെ തുടക്കത്തിൽ പ്രകടമായ പങ്കുവഹിച്ച നിറം വർണ്ണ ധർമ്മത്തിൻ്റെ രൂപീകരണത്തിലൂടെ അപ്രധാനമായി തീർന്നു.